നമസ്കാരം. ഇന്ന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ്. അതിനാൽ തന്നെ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അത് അനുകൂലമായി അവർക്ക് വന്ന് ഭവിക്കുകയും ചെയ്യും. എന്താണ് ഇന്ന് ജ്യോതിഷപ്രകാരം സംഭവിക്കാൻ പോകുന്ന ആ പ്രത്യേകത എന്ന് വിശദമായി മനസ്സിലാക്കാം. മെയ് 20 തിങ്കളാഴ്ചയായ ഇന്ന് ചന്ദ്രൻ കന്നി രാശിക്ക് ശേഷം തുലാം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥി കൂടിയാണ് ഇന്ന്. ഈ ദിവസം സോമപ്രദോഷ വ്രതം ആചരിക്കുന്നതുമാണ്. സോമപ്രദോഷ തിഥി ദിനത്തിൽ സിദ്ധിയോഗം, ശശയോഗം, ചിത്തിര നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ 4 രാശിക്കാർക്ക് സോമപ്രദോഷ വ്രത നാളിൽ രൂപം കൊള്ളുന്ന ഐശ്വര്യയോഗങ്ങളുടെ ഗുണകരമായ കാര്യങ്ങൾ, ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. എന്തെല്ലാമാണ് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക? ഈ സവിശേഷമായ കാര്യങ്ങളാൽ, യോഗങ്ങളാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 20 ഏറ്റവും ശുഭകരമായ ദിവസമാകുന്നു. ഇവർക്ക് മഹാദേവന്റെ കടാക്ഷം ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതായ ദിവസമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ശിവകടാക്ഷത്താൽ ഇവർക്ക് സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ തേടി വരാം. പ്രധാനമായും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് ചിലത് നടക്കുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം അല്പം കൂടുതലാണ് എന്ന് പറയാം. മുടങ്ങിക്കിടക്കുന്നതായ ജോലികളുണ്ട് എങ്കിൽ അത്തരം ജോലികൾ പൂർത്തീകരിക്കുവാനോ അത് പൂർത്തീകരിക്കുന്നത് മൂലം പ്രശംസയോ അംഗീകാരമോ തേടിയെത്തുകയോ ചെയ്യാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്, ചെറുകിട കച്ചവടക്കാർക്ക് ഇന്നേ ദിവസം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ലാഭങ്ങൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയും. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം തർക്കങ്ങളുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം വ്യവഹാരവുമായി ബന്ധപ്പെട്ട് അനുരഞ്ജനത്തിലെത്തുകയോ മറ്റനുകൂലമായ കാര്യങ്ങളോ സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുമാകാം നിങ്ങൾക്ക് പിന്തുണ വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശുഭവാർത്തകൾ തേടിയെത്താം. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ഇന്നേ ദിവസം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ, തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാം. ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ദീപാരാധന സമയം ഭഗവാനെ ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നത് ശുഭകരമാണ്. പഞ്ചാക്ഷരി മന്ത്രം ഇന്നേ ദിവസം ജപിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് മെയ് 20 എന്ന ഇന്നേ ദിവസം വളരെ പ്രത്യേകതകൾ, അനുകൂലമായ ദിവസമാണ് എന്ന് പറയാം. കാരണം ഇന്നേ ദിവസം പരമശിവന്റെ സാക്ഷാൽ ശിവഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിലും അനുകൂലമായ ഫലങ്ങൾ, വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉരുത്തിരിയുകയോ അത്തരം ശുഭവാർത്തകൾ തേടിയെത്തുകയോ ചെയ്യാം. അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. കൂടാതെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മനസ്സിൽ അലട്ടുന്നതായ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ വിജയം കാണുവാൻ സാധിക്കും. അതായത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കർമ്മമേഖലയിൽ നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം.
സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്ന് പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യം മെച്ചപ്പെടും എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങൾ പരമശിവനെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം പരമശിവന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഇന്നേ ദിവസം ദീപാരാധന തൊഴുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 20 എന്ന ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ദിവസമാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവന്റെ ശിവഭഗവാന്റെ കടാക്ഷം നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. മകരം രാശിക്കാർക്ക് അതിനാൽ ഇന്നേ ദിവസം ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ ദിവസമാണ് ഇന്ന്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ മനസ്സ് ശാന്തമായി ഇരിക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വാധീനത്താൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം സ്വാധീനം വർദ്ധിപ്പിക്കുവാനോ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. അംഗീകാരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും കുടുംബക്കാർ അല്ലെങ്കിൽ വീട്ടുകാരുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ഈ സമയം വ്യക്തിബന്ധങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ദിവസമായി മാറും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വ്യക്തികളുമായി ശരിയായ രീതിയിൽ ഇടപഴകുവാനും അതിനാൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാനോ ചിന്തിക്കുവാനോ സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാകുന്നു. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പരമശിവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ശത്രുക്കളെ പോലും ഫലപ്രദമായി പ്രതിരോധിച്ച് അല്ലെങ്കിൽ അവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കേണ്ടതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ്. തീർച്ചയായും ഇന്നേ ദിവസം ദീപാരാധന തൊഴുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 20 എന്ന ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ദിവസമാകുന്നു. സാക്ഷാൽ പരമശിവന്റെ അഥവാ ശിവഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. അവിസ്മരണീയമായ ഒരു ദിവസമായി മാറുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ആസ്വദിക്കുവാനുള്ള സുവർണാവസരം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നേ ദിവസം വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയോ ചില പ്രശ്നങ്ങളെ മറികടക്കുവാനോ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ തർക്കങ്ങൾ അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജോലി ചെയ്യുന്ന ഇടത്ത് മികച്ച പ്രകടനം, സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുവാൻ അനുകൂലമായ സമയം തന്നെയാകുന്നു. വരുമാനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ്. നിങ്ങൾക്ക് പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും.
ഇന്നേ ദിവസം അത്തരത്തിൽ പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായുള്ള ബന്ധം നിങ്ങൾക്ക് ഇന്നേ ദിവസം മികച്ചതായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത പ്രശസ്തി വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. ദീപാരാധന ഇന്നേ ദിവസം തൊഴുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വീടുകളിൽ 2 നേരവും വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു.